ഞാനിപ്പോൾ വാഗമണ്ണുള്ളത് കേട്ടോ. സമയം ഇപ്പോൾ ഒരു 9 മണിയാകുന്നേ ഉള്ളൂ. എന്നാലും നിങ്ങൾ ഈ ഹിൽ സ്റ്റേഷനൊക്കെ വരുമ്പോൾ എക്സ്പെക്ട് ചെയ്യാറുള്ള മഞ്ഞും തണുപ്പും ഒന്നും ഇവിടെ ഇല്ല, സമ്മർ സീസൺ ആയതുകൊണ്ട്. പകരം ഇവിടെ ഒരു കൺട്രോളിലെ വെതറും ഒരു പ്ലസന്റ് ഫീലാണ് മൊത്തത്തിൽ. പിന്നെ സൂര്യൻ്റെ ഈ സമയത്ത് നല്ല മൂഡിലാണെന്ന് എനിക്ക് തോന്നുന്നു. ആ റൈറ്റ് സൈഡിലെ മരങ്ങളിൽ കാണുന്നില്ല ഒരു ഗോൾഡൻ ഷെയ്ഡ്, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ റൈസ് ഒക്കെ ഒരു കളർഫുൾ ആയിട്ട് വരും. യൂഷ്വലി ഇങ്ങനെ സ്പോട്ടിലേക്കൊക്കെ ആളുകൾ ഒരു മൺസൂൺ റൈഡ് പ്രിഫർ ചെയ്യുക. പക്ഷേ എന്നോട് വെച്ച് കഴിഞ്ഞാൽ സമ്മറിൽ നിങ്ങൾ ഇങ്ങനത്തെ റൈഡൊക്കെ പിടിക്കണം. കാരണം മഞ്ഞ് മഴയൊന്നും അല്ലാതെ ആ റോഡ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി എല്ലാവരും ചൂട് കൊണ്ട് ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഇവിടെ ഒരു കൺട്രോൾ വെതറായിരിക്കും പോവുക. പക്ഷേ ഇന്നത്തെ റൈഡ് വാഗമണിലെ ടൈം സ്പെൻഡ് ഒന്നും അല്ല കേട്ടോ. ഞാനൊരു ലോങ് റൈഡ് പോവാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോയിന്റാണ് ഇവിടെ. ഇവിടെ നിന്ന് ഈ ഏലപ്പാറ, കട്ടപ്പന, പൂപ്പാറ എല്ലാം കൂടി മൂന്നാറിലേക്കും, അവിടുന്ന് മറയൂർ, ചിന്നാർ, ആനമലെല്ലാം കിടന്ന് പൊള്ളാച്ചിക്കാണ് യാത്ര. അപ്പോൾ ഈ പറഞ്ഞ റൂട്ടുകളൊക്കെ ഇന്ന് പാസ് ചെയ്ത് പൊള്ളാച്ചിൽ സൈഡ് അടിക്കുന്ന പ്ലാൻ. എന്നിട്ട് പൊള്ളാച്ചി നല്ല വേറെ യാത്രയുണ്ട്, അതെങ്ങോട്ടാണ് അടുത്ത വീഡിയോ പറയാൻ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ എല്ലാ സ്പോട്ടിൻ്റെയും വീഡിയോസും ആ ഒരു കംപ്ലീറ്റ് റൂട്ട് മാപ്പും എല്ലാം ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം. ഞാനത് ഫുള്ള് പറയാത്തതിൻ്റെ കാരണം വേറൊന്നുമില്ല. ചിലപ്പോൾ ഈ പോകുന്ന പോക്കിൽ റൂട്ട് മാറാൻ സാധ്യതയുണ്ട്, ചില പൊള്ളാച്ചത്തിന് മുമ്പേ സ്റ്റേ അടിക്കാൻ സാധ്യതയുണ്ട്. സോ ഞാൻ റീച്ച് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാം എൻ്റെ കംപ്ലീറ്റ് റൂട്ട് മാപ്പ് എല്ലാം വെച്ചിട്ട്. ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് യാത്രയുടെ പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. എൻ്റെ യാത്രകൾ ചിലപ്പം ഡെസ്റ്റിനേഷൻ മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ, ബാക്കിയിലേക്ക് പോകുന്ന വഴികൾ കംപ്ലീറ്റ്ലി അൺപ്ലാൻഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഈ പ്രൊഫൈലിൽ നിങ്ങൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട, ഫുൾ റൈഡിങ് വീഡിയോസ് തന്നെ ആയിരിക്കും. ഏതായാലും വാഗമണിലെ സമ്മർ റൈഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്കാണെങ്കിലേ അടുത്തൊരു വീഡിയോ കൊണ്ടുവരാൻ ഒരു പ്രചോദനമാകും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ശരി എന്നാൽ.